ഞാനിന്ന് എടുക്കാൻ പോകുന്നത് ന്യൂമറിക്കൽ അബ്രേഷൻസ് ഓഫ് ക്രോമസോംസ് ആണ്. അപ്പം അബ്രേഷൻസ് എന്ന് പറയുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവണ്ട. അബ്രേഷൻ എന്ന് പറഞ്ഞാൽ ക്രോമസോം നമ്പറിലോ അതിൻ്റെ സ്ട്രക്ചറിലോ എന്തെങ്കിലും തരത്തിലുള്ള മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡെലീഷനോ ആഡിങ്ങോ വരുന്നതിനെയാണ് അബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂമറിക്കൽ അബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ ക്രോമസോമിൻ്റെ നമ്പറിലുള്ള അൾട്രേഷൻസിനെയാണ് ന്യൂമറിക്കൽ അബ്രേഷൻസ് എന്ന് പറയുന്നത്. അതിന് മുന്നേ ക്രോമസോം എന്താണെന്ന് പറയാം. നമുക്കറിയാം, ക്രോമസോം എന്ന് പറയുന്നത് വെഹിക്കിൾ ഓഫ് ഹെറിഡിറ്റിയാണ്. വാൾട്ടർ സുൾട്ടൻ ആൻഡ് തിയോഡോർ ബോഗറിയാണ് ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്രോമസോം എന്ന് പറഞ്ഞാൽ ജീൻസിനെ ക്യാരി ചെയ്ത് ഒരു ജനറേഷനിൽ നിന്നും അടുത്ത ജനറേഷനിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം യൂണിറ്റ് ഓഫ് ജനറ്റിക് ട്രാൻസ്മിഷനാണ് ക്രോമസോം എന്ന് പറയുന്നത്. ഹെറിഡിറ്റിയും വാരിയേഷൻസും ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് ഒരു ജനറേഷനിൽ നിന്ന്. പാരമ്പര്യമായിട്ട് കിട്ടുന്ന പല ക്യാരക്ടേഴ്സും ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ക്രോമസോമാണ് അതിൽ മെയിനായിട്ടുള്ള റോള് വഹിക്കുന്നത്. ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ 23 പെയേഴ്സ് ഓഫ് ക്രോമസോംസ് ആണുള്ളത്. ടോട്ടൽ 46 ക്രോമസോംസ്. 1 ഫ്രം ഈച്ച് പെയർ ഡിറൈവ് ഫ്രം പാറ്റേണലി, അതായത് ഒന്ന് അച്ഛനിൽ നിന്നും ഒന്ന് അമ്മയിൽ നിന്നുമാണ് കിട്ടുന്നത്. അതായത് 2 പെയേഴ്സ് ഓഫ്, അതായത് 22 പെയേഴ്സ് ഓട്ടോസോംസും ലാസ്റ്റ് പെയർ 1 പെയർ എന്ന് പറയുന്നത് സെക്സ് ക്രോമസോമുമാണ്. അത് ഒന്ന് അമ്മയിൽ നിന്നും ഒന്ന് അച്ഛനിൽ നിന്നുമാണ് കിട്ടുന്നത് കുട്ടിക്ക്. ഈ ക്രോമസോമൽ അബ്രേഷൻ എന്ന് പറഞ്ഞാൽ എനി ചേഞ്ച് ഇൻ സ്ട്രക്ചർ, അറേഞ്ച്മെൻറ്റ് ഓർ നമ്പർ ഓഫ് ക്രോമസോം. ക്രോമസോമിൻ്റെ സ്ട്രക്ചറിലോ അതോടൊപ്പം തന്നെ അതിൻ്റെ അറേഞ്ച്മെൻറ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ നമ്പറിലോ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നതിനെയാണ് ക്രോമസോമൽ അബ്രേഷൻസ് എന്ന് പറയുന്നത്. മെയിൻലി 2 ടൈപ്സ് ഓഫ് അബ്രേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സ്ട്രക്ചറൽ അബ്രേഷൻസും ന്യൂമറിക്കൽ അബ്രേഷൻസും. അതിൽ സ്ട്രക്ചറൽ അബ്രേഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വാരിയേഷൻ ഇൻ സ്ട്രക്ചർ ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ക്രോമസോം, അതായത് ആ ഒരു ക്രോമസോമിൻ്റെ സ്ട്രക്ചറിലുണ്ടാവുന്ന വാരിയേഷൻസ് അല്ലെങ്കിൽ വ്യത്യാസം, അല്ലെങ്കിൽ ആ ഒരു ക്രോമസോം അറേഞ്ച് ചെയ്ത രീതിയിലുള്ള വ്യത്യാസം. കോസ്ഡ് ബൈ ബ്രേക്കേജ് ആൻഡ് ഇൻകറക്റ്റ് റീജോയിനിങ് ഓഫ് ക്രോമസോം സെഗ്മെൻറ്റ്, അതായത് ക്രോമസോം സെഗ്മെൻറ്റ്സ് ബ്രേക്കേജ് ചെയ്യുകയോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുകയോ അതിൻ്റെ ഇൻകറക്റ്റ് ആയിട്ടുള്ള റീജോയിനിങ്ങുമാണ് ഇതിന് കാരണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് ഇൻകറക്റ്റ്, ആ സെഗ്മെൻറ്റ്സ് റീജോയിനിങ് ഇൻകറക്റ്റ് ആവുക അല്ലെങ്കിൽ അതിന് ബ്രേക്കേജ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കുറേ മെത്തേഡ് നമുക്ക് പഠിക്കാനുണ്ട്. കുറേ ടേംസ്, അഡീഷൻ ഉണ്ട്, ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട്, ഇൻവേർഷൻ ഉണ്ട്, ഡെലീഷൻ ഉണ്ട്. ഇനി ന്യൂമറിക്കൽ അബ്രേഷൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ക്രോമസോം നമ്പറിലെ വാരിയേഷൻസ്, നമ്പറിൽ എന്തെങ്കിലും വ്യത്യാസം വരിക. ആ 46 എന്ന് പറഞ്ഞിരിക്കുന്ന ക്രോമസോമിൽ ഒന്ന് കൂടുക, 47 അല്ലെങ്കിൽ ഒന്ന് കുറയുക, അതിനെയാണ് ന്യൂമറിക്കൽ അബ്രേഷൻസ് എന്ന് പറയുന്നത്. അതായത് അപ്പിയറൻസ് ഓഫ് എക്സ്ട്രാ ക്രോമസോംസ് ഓർ മിസ്സിങ് ഔട്ട് ഓഫ് എക്സിസ്റ്റിംഗ് ക്രോമസോം, അതായത് ഒരു പുതുതായിട്ട് ഒരു ക്രോമസോം അപ്പിയർ ചെയ്യുക അല്ലെങ്കിൽ ഉള്ള ക്രോമസോമിൽ നിന്ന് ഒന്ന് മിസ്സിങ് ഔട്ട് ചെയ്യുക. അതാണ് എന്ത് ന്യൂമറിക്കൽ അബ്രേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ക്രോമസോം സെപ്പറേഷൻ്റെ സമയത്ത് അതായത് മൈറ്റോസിസ് അല്ലെങ്കിൽ മിയോസിസിൻ്റെ സമയത്ത് ആ സെപ്പറേഷൻ ഫെയിലിയർ ആവുന്നതാണ് ഇതിൻ്റെ കാരണമെന്നാണ് പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള അബ്രേഷൻസ് നമുക്ക് പ്ലോയിഡി ചേഞ്ചസ് എന്ന് പറയാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ മെയിൻലി 2 ടൈപ്സ് ഓഫ് പ്ലോയിഡി ചേഞ്ചസ് ആണുള്ളത്, പോളിപ്ലോയിഡിയും അന്യൂപ്ലോയിഡിയും. ഇനി അതിൻ്റെ മുന്നേ എന്താണ് യൂപ്ലോയിഡി എന്ന് പറയാം. യൂപ്ലോയിഡി എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഹാപ്ലോയിഡ് അല്ലെങ്കിൽ ഡിപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോം ഉണ്ടെങ്കിൽ നമുക്കതിനെ യൂപ്ലോയിഡി എന്ന് പറയാം. ഇനി ഇതിനെ നമുക്ക് N ഹാപ്ലോയിഡ് എന്നും 2N ഡിപ്ലോയിഡ് എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി പോളിപ്ലോയിഡി അല്ലെങ്കിൽ അന്യൂപ്ലോയിഡി എന്താണെന്ന് നോക്കാം. പോളിപ്ലോയിഡി എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ നിന്ന് മനസ്സിലാവും മെനി, അതായത് ഒരു ഉള്ള ക്രോമസോമിൽ നിന്ന് ഒരു എക്സ്ട്രാ സെറ്റ് ക്രോമസോം ആഡ് ആയിട്ട് വരിക, അതായത് 2N, അതായത് 2N+1 കണ്ടീഷൻ. അന്യൂപ്ലോയിഡി എന്ന് പറഞ്ഞാൽ ഉള്ള ക്രോമസോമിൽ നിന്ന് ഒന്ന് കൂടുകയോ അല്ലെങ്കിൽ കുറയോ ചെയ്യാം, അതാണ് അന്യൂപ്ലോയിഡി എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരു കംപ്ലീറ്റ് സെറ്റ് ആവില്ല. ഇതാണ് കണ്ടീഷൻ യൂപ്ലോയിഡിൽ. ഡിപ്ലോയിഡി കണ്ടീഷൻ എന്ന് പറയുവാണെങ്കിൽ 2N കണ്ടീഷൻ, ഹാപ്ലോയിഡി കണ്ടീഷൻ ആണെങ്കിൽ N.
ഇനി പോളിപ്ലോയിഡി എന്താണെന്നൊന്നും കൂടി നമുക്ക് നോക്കാം. എപ്പിയറൻസ് ഓഫ് മോർ ദാൻ 2 ക്രോമസോം സെറ്റ് ഇൻ എ സെൽ, അതായത് ഒന്നിൽ കൂടുതൽ സെറ്റ് ഓഫ് ക്രോമസോം ഒരു സെല്ലിൽ കൂടി വരിക, അതിനെയാണ് പോളിപ്ലോയിഡി എന്ന് പറയുന്നത്. ഇത് കോമൺ ആയിട്ട് പ്ലാന്റ്സിലും ആണ് കൂടുതലായിട്ട് കാണുന്നത് ഈ ഒരു കണ്ടീഷൻ. ആനിമൽസ് റെയർ ആണ്, ഉണ്ടെങ്കിൽ തന്നെ അത് ലീത്തൽ കണ്ടീഷൻ ആയിരിക്കും. നെയിമിംഗ് ഓഫ് പോളിപ്ലോയിഡി ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് സെറ്റ്സ് ഓഫ് ക്രോമസോംസ് ആർ പ്രസൻറ്റ്, അതായത് പോളിപ്ലോയിഡിനെ നമുക്ക് അതിൻ്റെ നമ്പർ ഓഫ് ക്രോമസോമിനനുസരിച്ചിട്ട് നമുക്ക് നെയിം ചെയ്യാം. പോളിപ്ലോയിഡി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 3n കണ്ടീഷൻ അല്ലെങ്കിൽ 4n 5n കണ്ടീഷനൊക്കെയാണ് പോളിപ്ലോയിഡി എന്ന് പറയുന്നത്. ട്രൈപ്ലോയിഡി എന്ന് പറഞ്ഞാൽ 3 എണ്ണം, അതായത് 3n കണ്ടീഷൻ. ടെട്രാപ്ലോയിഡി എന്ന് പറഞ്ഞാൽ 4n കണ്ടീഷൻ. പെൻറ്റാപ്ലോയിഡി എന്ന് പറഞ്ഞാൽ 5n. അപ്പോൾ ആൻറ്റോപോളിപ്ലോയിഡി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾസ് ഓഫ് ദ സെയിം ജീനോം. അലോപ്ലോയിഡി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾസ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ജീനോംസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി പോളിപ്ലോയിഡി ഫസ്റ്റ് ഒബ്സർവ് ചെയ്തിരിക്കുന്നത് ലിസാർഡ്സിലാണ്. ലിസാർഡ്സിലും ആംഫീബിയൻസിലും ഫിഷസിലുമാണ്. അഗ്രികൾച്ചറൽ ഫീൽഡിലും ഇതിന് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ കോക്ലിസൈൻ ആൽക്കലോയിഡൊക്കെ ഡിറൈവ് ചെയ്യുന്നത് ഈ ഒരു പോളിപ്ലോയിഡിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റലി നമുക്ക് ഇതിൽ നിന്നൊക്കെ ഡിറൈവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ പറയാനുള്ളത് ഓട്ടോ, നേരത്തെ പറഞ്ഞു ഓട്ടോ അന്യൂപ്ലോയിഡി അല്ലെങ്കിൽ അലോപ്ലോയിഡി എന്ന് പറഞ്ഞാൽ അത് കോമ്പിനേഷൻസ്. ഓട്ടോ അലോപ്ലോയിഡി എന്ന് പറഞ്ഞാൽ 1 or more എക്സ്ട്രാ സെറ്റ് ഓഫ് ക്രോമസോംസ് ആഡ് ചെയ്ത് വരുന്നതും. അലോപ്ലോയിഡി എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻസ് ഓഫ് ക്രോമസോം സെറ്റ് ഫ്രം ഡിഫറെൻറ്റ് സ്പീഷീസ്. ഇനി അത് ഓരോന്ന് പറയാം. ഓട്ടോപ്ലോയിഡി, പോളിപ്ലോയിഡി, ഒരു എക്സ്ട്രാ ക്രോമസോമൽ സെറ്റ് ജെനറ്റിക്കലി ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട് ഒരു സ്പീഷീസിൽ തന്നെ, അതിനെയാണ് പോളിപ്ലോയിഡി എന്ന് പറയുന്നത്. അതിന് കമേഴ്ഷ്യൽ വാല്യൂ ഈ ഒരു കേസസിൽ കൂടുതലായിരിക്കും. ആക്സിഡൻ്റലി മൈറ്റോസിസ് മിയോസിസും ഒക്കെ നടക്കുന്ന സമയത്താണ് എക്സ്ട്രാ ക്രോമസോമൽ സെറ്റ് കൂടി വരുന്നത്. ഇനി അടുത്തത് പറയാനുള്ളത് അലോപ്ലോയിഡി. അലോപ്ലോയിഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷേ ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ്. മൾട്ടിപ്പിൾ സെറ്റ് ഓഫ് ക്രോമസോംസ് വരിക, അതിനെയാണ് ഡിഫറെൻറ്റ് സ്പീഷീസിൽ, അതാണ് പോളിപ്ലോയിഡി എന്ന് പറയുന്നത്. അപ്പോൾ എൻഡോപ്ലോയിഡി നിങ്ങൾക്ക് പഠിക്കാനില്ല, അതുകൊണ്ട് അത് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്.